മത്സരത്തിന്റെ ഭൂരിഭാഗം സമയവും ഇംഗ്ലീഷ് പ്രതിരോധനിര മെസ്സിയെ തടയാനായി പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. എല്ലാ തവണ പന്ത് കൈക്കലാക്കുമ്പോഴും രണ്ടോ മൂന്നോ ഇംഗ്ലണ്ട് താരങ്ങൾ അദ്ദേഹത്തെ വരിഞ്ഞുമുറുക്കി. 78-ാം മിനിറ്റിൽ മോർഗൻ റോജേഴ്സ് മെസ്സിയിൽ നിന്ന് പന്ത് തട്ടിയെടുക്കുകയും ഹാരി കെയ്നിന്റെ സമ്മർദ്ദത്താൽ മെസ്സിക്ക് പാസ് പിഴയ്ക്കുകയുമുണ്ടായി. എന്നാൽ ഈ പ്രതിസന്ധികൾക്കിടയിലും പതറാതെ കളിയെ വരുതിയിലാക്കാൻ മെസ്സിക്ക് സാധിച്ചു. പ്രത്യേകിച്ചും മൈതാനത്തിന്റെ മധ്യഭാഗത്തുനിന്ന് ഇംഗ്ലണ്ടിന്റെ 5 പ്രതിരോധ താരങ്ങളെ ഡ്രിബ്ലിംഗിലൂടെയും ബോഡി ഷിമ്മുകളിലൂടെയും മറികടന്ന് മെസ്സി നടത്തിയ മുന്നേറ്റം അദ്ദേഹത്തിന്റെ വിന്റേജ് ഫോമിനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. മെസ്സിയെ തടയാൻ മാർഗമില്ലാതെ ഒടുവിൽ ഇംഗ്ലീഷ് താരം എലിയറ്റ് ആൻഡേഴ്സണ് അദ്ദേഹത്തെ ഫൗൾ ചെയ്യേണ്ടിവന്നു. കളി മാറ്റിയെഴുതിയ നിർണായക നിമിഷങ്ങൾ 83-93 സമനില ഗോൾ 84-ാം മിനിറ്റ്. ഒരു കോർണർ കിക്ക് അവസരത്തിൽ മെസ്സി തന്ത്രപരമായി റോഡ്രിഗോ ഡി പോളിന് ഷോട്ട് പാസ് നൽകി. ഡി പോളിൽ നിന്ന് പന്ത് തിരികെ സ്വീകരിച്ച് ഇംഗ്ലീഷ് താരം ഡീജഡ് സ്പെൻസിനെ മറികടന്ന് ബോക്സിലേക്ക് കുതിച്ചു. അവിടെ ഫ്രീയായി നിന്ന് എൻസോ ഫെർണാണ്ടസിന് കൃത്യമായ പാസ് നൽകുകയും അദ്ദേഹം 25 വാര അകലെ നിന്ന് തൊടുത്ത ഷോട്ട് ഗോൾ വലയിൽ പതിക്കുകയും ചെയ്തു. വിജയഗോൾ 91-ാം മിനിറ്റ്. അലക്സിസ് മാക്കലിസ്റ്ററിന്റെ ഷോട്ട് പോസ്റ്റിൽ തട്ടി മടങ്ങിയ പന്ത് ബോക്സിന്റെ വലതുഭാഗത്ത് മെസ്സിക്ക് ലഭിച്ചു. ഇംഗ്ലീഷ് താരങ്ങളായ സ്പെൻസും ഒറെയിലിയും മെസ്സിയുടെ ഇടതുപാദത്തെ തടയാൻ ശ്രമിച്ചപ്പോൾ അപ്രതീക്ഷിതമായി മെസ്സി തന്റെ ദുർബലമായ വലതുകാൽ കൊണ്ട് ക്രോസ് നൽകി. ജോൺ സ്റ്റോൺസിനും എസ്രി കോൺസയ്ക്കും ഇടയിലൂടെ എത്തിയ പന്ത് ലൗറ്റാരോ മാർട്ടിനസ് ഹെഡറിലൂടെ ലക്ഷ്യത്തിലെത്തിച്ചു.